Conversion of infix expression to postfix expression. ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ occurs between the operands. അതായത് ഓപ്പറേറ്റർ ഓപ്പറൻഡിന്റെ ഇടയിൽ, അതായത് ബിറ്റ്വീനിൽ വരുന്നതാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഹിയർ ഓൺ എക്സാമ്പിൾ a+b. ഇതിൽ a എന്ന് പറയുന്ന ഓപ്പറൻഡ് ആണ്, b എന്ന് പറയുന്ന ഓപ്പറൻഡ് ആണ്, പ്ലസ് is the ഓപ്പറേറ്റർ. സാധാരണ നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻ ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഒരു ഇൻറ്റിജർ വന്നു കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും സ്ഥാനത്ത് ഇൻറ്റിജർ ആണെങ്കിൽ 2+3. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ടൈപ്പ് ഓഫ് എക്സ്പ്രഷനെയാണ് ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫിക്സ് എക്സ്പ്രഷനിൽ ഓപ്പറേറ്റർ അവസാനം എഴുതുന്നതാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ദ ഓപ്പറേറ്റർ occurs ആഫ്റ്റർ ദ ഓപ്പറൻഡ്. അതായത് a+b ആണെങ്കിൽ ab പ്ലസ് എന്ന് എഴുതുന്ന രീതിയാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ദെൻ 2+3യെ 2ഉം 3യും ആദ്യം എഴുതിയിട്ട് ഓപ്പറേറ്റർ, അതായത് പ്ലസിനെ അവസാനം എഴുതുന്ന രീതിയാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓപ്പറേറ്ററിനെ അവസാനം എഴുതുന്ന രീതിയാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിൽ വരുന്നത്. Next example, convert the infix expression to postfix. ഇത് ഇൻഫിക്സ് എക്സ്പ്രഷൻ ആണ്, സാധാരണ നമ്മൾ എഴുതുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ a+b*c. അപ്പൊ ഇതില് ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഓപ്പറേറ്ററിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രസിഡൻസ് ആണ് നോക്കേണ്ടത്. പ്ലസിനാണോ സ്റ്റാറിനാണോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്? സ്റ്റാറിനാണ് ഗ്രേറ്റർ പ്രയോറിറ്റി ഉള്ളത് കമ്പയർഡ് ടു പ്ലസ്. ഇപ്പൊ സ്റ്റാർ ഓപ്പറേറ്റർ വരുന്ന ആ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റിൽ വരുന്ന ഓപ്പറന്റ് റൈറ്റിൽ വരുന്ന ഓപ്പറന്റും ആദ്യം എഴുതിയിട്ട് ഈ സ്റ്റാറിനെ ലാസ്റ്റ് കൊണ്ടുപോകുന്ന രീതിയാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിൽ ഉള്ളത്. അപ്പം തന്നിരിക്കുന്ന എ അതുപോലെ എഴുതുക. ദെൻ b*c-യെ നമ്മൾ അതിന്റെ പ്രയോറിറ്റി ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാറിനാണ് കൂടുതലുള്ളത്. അപ്പം b*c-യെ നമ്മൾ b(c*) എന്ന് എഴുതി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പില് എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, b(c*) സെക്കൻഡ് ടേം, ഇടയിൽ വരുന്നത് പ്ലസ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് ടേം അതുപോലെ എഴുതുക, ദെൻ സെക്കൻഡ് ടേം അതുപോലെ എഴുതുക, ഈ ഓപ്പറേറ്ററിനെ ലാസ്റ്റ് കൊണ്ടുവന്ന് എഴുതുക. അതാണ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ എഴുതേണ്ട രീതി. നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ ആണ് ബ്രാക്കറ്റ് വരുന്ന ടൈപ്പ്. ബ്രാക്കറ്റ് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിന്റെ പുറത്ത് സ്റ്റാറോ ഡിവിഷനോ ഒക്കെ വന്നാലും ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് ആയിരിക്കണം ആദ്യം കൺവേർട്ട് ചെയ്യേണ്ടത്. ഇത് ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെയാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ടേം അതുപോലെ എഴുതുക. ദെൻ ബ്രാക്കറ്റിനകത്ത് സ്റ്റാർ ഡിവിഷൻ ഉണ്ട്. അപ്പം ഈ രണ്ട് ഓപ്പറേറ്ററിന് സെയിം പ്രയോറിറ്റി തന്നെയാണ്. അതുകൊണ്ട് ബ്രാക്കറ്റും വേറെ ഇട്ടിട്ടില്ല, ഇന്നർ ബ്രാക്കറ്റ് ഇതിനില്ല. അതുകൊണ്ട് രണ്ടും ഒരേ സ്റ്റെപ്പിൽ ചെയ്യാം, പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. b*c എന്ന് പറയുന്നത് ബി അതുപോലെ എഴുതുക, സി അതുപോലെ എഴുതുക, സ്റ്റാർ ലാസ്റ്റ് കൊണ്ടുവന്ന് എഴുതി. അപ്പൊ ഈ b*c-യെ നമ്മൾ പോസ്റ്റ്ഫിക്സിലോട്ട് മാറ്റി. ദെൻ മൈനസ് അതുപോലെ എഴുതി. ദെൻ ഡിവിഷൻ ഇയെ നമ്മൾ ടി എഴുതി, ഇ എഴുതി. ദെൻ ഓപ്പറേറ്റർ ലാസ്റ്റ് കൊണ്ട് എഴുതി. ദെൻ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് കൺവേർട്ട് ചെയ്തു കഴിഞ്ഞു. ദെൻ ദിസ് വൺ
ഈ ഒരു ടേം ഫുള്ള് കൺവേർട്ട് ചെയ്തു, ഈ ടേം ഫുള്ള് കൺവേർട്ട് ചെയ്തു. നടുക്കൊരു മൈനസ് ഓപ്പറേറ്റർ കിടപ്പുണ്ട്. ദെൻ ഫസ്റ്റ് ടേം ദിസ് വൺ ഒരു ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുക, ദിസ് വൺ സെക്കൻഡ് ടേം ആയിട്ട് എടുക്കുക, മൈനസ് ഓപ്പറേറ്ററിൽ ലാസ്റ്റ് കൊണ്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം അതുപോലെ എഴുതി, ദെൻ സെക്കൻഡ് ടേം അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതി, മൈനസിന് ലാസ്റ്റ് എഴുതി. ഫുൾ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത് ഇപ്പം കൺവേർഷൻ നടന്നു കഴിഞ്ഞു, പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇനി ഈ ഫസ്റ്റ് ടേമും പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്ത സെക്കൻഡ് ടേമും എടുക്കണം. കാരണം ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസും ആണ്. പ്ലസും മൈനസിനും സെയിം പ്രസിഡൻസ് ആണ്. അപ്പം നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് പോസ്റ്റ്ഫിക്സ് കൺവേർഷൻ ചെയ്യാം. ഫസ്റ്റ് ടേം അതുപോലെ എഴുതി, സെക്കൻഡ് ടേം എഴുതി, ദെൻ പ്ലസിനെ ലാസ്റ്റ് നമ്മൾ എഴുതി. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ ഇനി എഫ് മാത്രമാണ് ബാക്കിയുള്ളത്. ഫസ്റ്റ് ഇത് മൊത്തവും ഫസ്റ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. എഫ് ഈസ് ദ സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം അതുപോലെ എഴുതി, സെക്കൻഡ് ടേം അതുപോലെ എഴുതി, ദെൻ മൈനസിനെ ലാസ്റ്റിൽ എഴുതണം. അപ്പൊ ഇവിടെ ഫുൾ പോസ്റ്റ്ഫിക്സിലോട്ട്, അതായത് തന്നിരിക്കുന്ന ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫുൾ പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ഒരു എക്സാമ്പിള്, എ പ്ലസ് ബിയുടെ സ്ഥാനത്ത്, അതായത് എൻ്റെയും ബിയുടെയും സ്ഥാനത്ത് ഇൻറ്റിജർ വാല്യൂ വരുമ്പം അതെങ്ങനെ പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ 5 സ്റ്റാർ 6 + 2 - 12 ഡിവിഷൻ 4. ഇത് നിങ്ങൾ നോക്കുവാണെങ്കിൽ 6 + 2 ഇതിന് ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിന് പുറത്ത് സ്റ്റാർ ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിലും ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബ്രാക്കറ്റിനാണ്. അപ്പൊ ബ്രാക്കറ്റിലുള്ള ടേം ആദ്യം പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് 5 അതുപോലെ എഴുതുക. ദിസ് വൺ എങ്ങനെ പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യും? ആദ്യം 6 എഴുതുക, ദെൻ 2 എഴുതുക, പ്ലസിനെ ലാസ്റ്റ് കൊണ്ട് എഴുതുക. അപ്പം നെക്സ്റ്റ് ടേം നമുക്ക് 6 പ്ലസ് എന്ന് കിട്ടി, -12 അതുപോലെ എഴുതി, ഡിവിഷൻ ഓപ്പറേറ്റർ 4. അടുത്ത സ്റ്റെപ്പില് ബ്രാക്കറ്റിന്റെ അകത്തുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റാർ ഉണ്ട്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സ്റ്റാറിനും ഡിവിഷനും സെയിം പ്രയോറിറ്റി തന്നെയാണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമുക്ക് അത് എഴുതാം. ഇത് പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടേം ഇത് ഫസ്റ്റ് ടേം ആയിട്ട് കൺവേർട്ട് ചെയ്യുക, ഇത് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കുക, സ്റ്റാറിനെ ലാസ്റ്റ് കൊണ്ടുവരിക. ഇപ്പൊ സെയിം 5 അതുപോലെ എഴുതി, സെക്കൻഡ് ടേം അതുപോലെ എഴുതി, സ്റ്റാർ എഴുതി, ദെൻ മൈനസ് അതുപോലെ ചെയ്തു. ദെൻ കമ്പയർ ടു മൈനസ് ഡിവിഷൻ ഓപ്പറേറ്റർ ആണ് ഹയർ പ്രയോറിറ്റി. അപ്പം നമ്മൾ 12 അതുപോലെ എഴുതി, ദെൻ ഓപ്പറന്റ് ആയ 4 അതുപോലെ എഴുതി, ദെൻ ഡിവിഷൻ ഓപ്പറേറ്ററിനെ ലാസ്റ്റ് എഴുതി. ദെൻ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതൊരു ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക, ഫസ്റ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് സെക്കൻഡ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിനെ പോസ്റ്റ്ഫിക്സിലാക്കുമ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മൈനസിനെ ലാസ്റ്റ് കൊണ്ട് എഴുതുക. അപ്പൊ ഫസ്റ്റ് ടേം അതുപോലെ എഴുതി, സെക്കൻഡ് ടേം അതുപോലെ എഴുതി, മൈനസ് ലാസ്റ്റിൽ എഴുതി. ഇങ്ങനെ എഴുതുന്ന രീതിയാണ് പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ. അപ്പോൾ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിരുന്നാൽ പോസ്റ്റ്ഫിക്സ് നൊട്ടേഷനിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. ബ്രാക്കറ്റ് വരുന്ന എക്സാമ്പിൾസും പറഞ്ഞു, ബ്രാക്കറ്റ് ഇല്ലാത്ത എക്സാമ്പിൾസും പറഞ്ഞു. ബ്രാക്കറ്റ് ഉള്ളതാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് ചെയ്തതിന് ശേഷം എക്സ്പ്രഷനിലുള്ള ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാം.